നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നിവിടെ വായിച്ചവതരിപ്പിക്കുന്നത് മലയാളിക്ക് വായനയുടെ ആവശ്യം മനസ്സിലാക്കി തരികയും മലയാളികളെ വായനയുടെ ലോകത്തേക്ക് നയിക്കുന്നതിനായി അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്ത ശ്രീ PN പണിക്കരെക്കുറിച്ചാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിൽ വായനയെയും അറിവിനെയും ജനകീയമാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആലപ്പുഴ ജില്ലയിലെ നിലമ്പേരൂരിൽ 1909 മാർച്ച് 1 ജനനം. പുതുവയിൽ നാരായണ പണിക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം. അച്ഛൻ ഗോവിന്ദപിള്ള, അമ്മ ജാനകിയമ്മ. നിലമ്പേരൂരിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. 20-ാം വയസ്സിൽ മലയാളം ഹയർ പരീക്ഷ പാസ്സായ ശേഷം നിലമ്പേരൂർ മിഡിൽ സ്കൂളിൽ അദ്ദേഹം അധ്യാപകനായി. സാഹിത്യ പഞ്ചാനനൻ എന്നറിയപ്പെട്ടിരുന്ന PK നാരായണപിള്ളയുടെ പേരിൽ പ്രവർത്തനം തുടങ്ങിയെങ്കിലും പ്രവർത്തനം നിലച്ച PK വിലാസം ഗ്രന്ഥശാലയെ പുനരുജ്ജീവിപ്പിച്ചത് PN പണിക്കരാണ്. 1926 തൻ്റെ ജന്മനാടായ നീലമ്പേരൂരിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. 1945 അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം രൂപീകരിച്ചു. ആയിരക്കണക്കിന് വായനശാലകളെ ഒന്നിപ്പിച്ച് സാധാരണക്കാർക്കിടയിൽ അറിവും വായനാശീലവും വളർത്തുവാൻ അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു. വായനശാലകൾ ഇല്ലാത്ത ഗ്രാമങ്ങളിൽ പുസ്തകങ്ങൾ എത്തിക്കുവാൻ അദ്ദേഹം പ്രയത്നിച്ചു. ഗ്രന്ഥശാല സ്ഥാപനത്തിൻ്റെ നായകൻ, കാൻഫിഡിൻ്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിന് അദ്ദേഹം നൽകി. കേരളത്തിലെ വീട് വീടാന്തരം കയറി ഇറങ്ങി മലയാളികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച കേരള ഗ്രന്ഥശാല സ്ഥാപനത്തിൻ്റെ പിതാവും സാക്ഷരതാ മുന്നേറ്റത്തിൻ്റെ ശില്പിയുമായ വായനയുടെ വളർത്തച്ഛനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ വായനാ ദിനം ആഘോഷമാക്കാം. അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ ദിനമായും ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച വായനാവാരമായും ആചരിക്കുന്നു. നന്ദി, നമസ്കാരം.